രാജ്യത്തെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഈവൻ പ്രൈവറ്റ് ഡീംഡ് ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളടക്കം ലിസ്റ്റ് ചെയ്തുകൊണ്ട് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ CUETയുടെ അപ്ലിക്കേഷനുള്ള അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള വെബ്സൈറ്റ് അപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് UGCയുടെ ചെയർപേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ മിനിസ്ട്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ പറയുന്നൊരു ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇത് തുറക്കുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മറന്നുകൂടാൻ പറ്റാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു എൻട്രൻസ് വന്നിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കയറില്ലായിരുന്നു എന്നുള്ളത്. കാരണം എന്ന് വിചാരിച്ചാൽ ആ സമയത്ത് ഇപ്പം ഇതുവരെ ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർവകലാശാലകളൊക്കെ 12th മാർക്കിൻ്റെ ബേസിസിലായിരുന്നു അഡ്മിഷൻ എടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് സ്റ്റുഡൻസൊക്കെ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ബോർഡ് എക്സാമിന് വേണ്ടി നന്നായി പഠിക്കുകയും അതിൽ നല്ലൊരു മാർക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മാറുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പൊതുപരീക്ഷ അല്ലെങ്കിൽ ഒരു ഇത്രയധികം യൂണിവേഴ്സിറ്റികൾ, ഇത്രയധികം ഡിഗ്രി സീറ്റുകളിലേക്ക് ഒരു കോമൺ എൻട്രൻസ് വരുന്ന സമയത്ത് ഹിസ്റ്ററി പഠിക്കാനോ അല്ലെങ്കിൽ സോഷ്യോളജിയോ എക്കണോമിക്സോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇംഗ്ലീഷിലുള്ള പ്രൊഫിഷ്യൻസിയും അതേപോലെ തന്നെ നമ്മൾ +2 പഠിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ, ജനറൽ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടനവധി കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടി വരികയും അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ സ്കോറിനനുസരിച്ച് മാത്രം നമുക്ക് പ്രവേശനം കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനെ എത്രത്തോളം നമുക്ക് തുല്യത ഉറപ്പുവരുത്തുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുകയും നമുക്ക് അവസരം നഷ്ടപ്പെടാതെ ഏത് തരത്തിൽ ഈ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ളൊരു പൊതുപരീക്ഷ വരികയും ആ ഒരു അവസരത്തിൽ ഇന്ത്യയിലെ ഡിഗ്രി സീറ്റുകൾക്ക് വേണ്ടി എൻട്രൻസ് എഴുതി മത്സരിച്ചിട്ട് വേണം കയറണമെന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം വരുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ പഠിച്ചതിൽ പിന്നീട് അതിലൊരു കരിയറൊക്കെ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പലതരത്തിലുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടും ഇങ്ങനെ കോമ്പറ്റീറ്റീവ് ആവുന്ന ഒരു അവസ്ഥാവിശേഷം വരുന്നതുകൊണ്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുകൂടാ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന Prepwise എന്ന് പറയുന്ന ഞങ്ങളുടെ ടീം ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും IITകളിൽ നിന്നൊക്കെ പല കോഴ്സുകളിലും ഡിഗ്രി PG അതേപോലെ തന്നെ റിസർച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ടീം ഒരു എളിയ ശ്രമം എന്ന നിലയിൽ ഈ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസും അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള സപ്പോർട്ടാണോ അവരുദ്ദേശിക്കുന്ന കോഴ്സിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലും എത്തുന്നതിന് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ നിലവിലിപ്പം വന്നിട്ടുള്ള അപ്ലിക്കേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ പോർട്ടലിൽ വന്നിട്ടുള്ള വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വന്നിട്ടുള്ള ഈ വെബ്സൈറ്റിലേക്ക് പോയിട്ട് കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നിലവിൽ സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു വെബ്സൈറ്റാണ് നിങ്ങളിപ്പം കാണുന്നത്, CUET.samarth.ac.in. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഒട്ടനവധി ഇൻഫർമേഷൻസ് നിലവിൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. അതേപോലെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിരവധി വീഡിയോസ് നിങ്ങൾക്കിനി വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഡൗട്ട്സിനും നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മളുടെ CUETയുമായി ബന്ധപ്പെട്ടിട്ടുള്ള Prepwiseൻ്റെ 24/7 ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്ത വിവരം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചാറ്റ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഒരു ഏരിയനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രകാരം തന്നെ നോക്കുകയാണെങ്കിൽ 43 സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ CUET UG 2022 അതർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 3, 6, 9,
10ഓളം അതർ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഈ അതർ യൂണിവേഴ്സിറ്റീസിലേക്ക് വരുമ്പോൾ ഇതിൽ സ്റ്റേറ്റ്, പ്രൈവറ്റ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ജഗന്നാഥ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് രാജസ്ഥാനിലുള്ള ഒരു വളരെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമോ അല്ലെങ്കിൽ അവരുടെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് പരമാവധി യൂണിവേഴ്സിറ്റീസ് CUET അഡോപ്റ്റ് ചെയ്യണം, അതിനനുസരിച്ചിട്ട് അവരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ ഇവൻ്റ് ആക്കിയിട്ട് ഇതിനെ മാറ്റണം എന്നുള്ള ഏറെക്കുറെ ഇപ്പം അതുപോലെ തന്നെ ആയിക്കഴിഞ്ഞു. അപ്പം അതാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയധികം യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിലുള്ള കോഴ്സുകൾ, ആ കോഴ്സുകളിലേക്ക് പല തരത്തിൽ, അതായത് ഓരോ യൂണിവേഴ്സിറ്റീസും അവരുടേതായിട്ടുള്ള എലിജിബിലിറ്റി, പിന്നെ അതേപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റീസ് ചില സ്കോർസ് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാനത് എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ പിന്നെ വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്തിട്ട് ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി എടുക്കുകയാണെന്ന് കരുതാം. അപ്പോൾ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു ഭാഗം നിർബന്ധമായിട്ട് നമ്മൾ വായിക്കണം. ദ അപ്ലിക്കൻസ് ഷാൾ എൻഷുർ ദാറ്റ് ദേ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ക്വാളിഫിക്കേഷൻ, അതർ കണ്ടീഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മിനിമം റിക്വയർഡ് സബ്ജക്ട്സ് ഓഫ് ദ പ്രോഗ്രാം opted of the respective university for CUET 2022 examination. അതായത് ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്തോ, മനസ്സിലാക്കിക്കോ. നമ്മളിതിനൊന്നും ഉത്തരവാദിയല്ല. NTA or the respective university will not be under any circumstances will hold responsible for the selection of the subjects, opted program or eligibility criteria conditions. നിങ്ങൾ എന്ത് ചൂസ് ചെയ്താലും ഇതിലൊന്നും നമ്മളൊന്നും ഒരു ഉത്തരവാദിയും ആയിരിക്കുന്നതല്ല എന്നുള്ളതാണ് ഇവർ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ ദ അപ്ലിക്കൻറ്റ് ഷാൾ എൻഷുവർ ടു സെലക്ട് ദ ലാംഗ്വേജ്, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് ആൻഡ് ജനറൽ ടെസ്റ്റ് ആസ് പെർ ദ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം. ഇത് മറ്റൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ സ്കോർ നിർണ്ണയിക്കുന്ന ഏതാണെന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഏത് അറ്റംപ്റ്റ് ചെയ്യുന്നു, ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അത് കിട്ടിയില്ല, ഇതൊന്നും പറഞ്ഞിട്ട് അവസാനം കാര്യം ഉണ്ടാവില്ല എന്നർത്ഥം എന്നാണ് ഇവർ പറയുന്നത്. The following information is on 6/4/2022. You are requested to visit the respective university website and confirm the eligibility criteria and other details. അപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റീസ് ഏത് രീതിയിലാണ് അവർക്ക് സ്റ്റുഡൻസിനെ എടുക്കുന്നതിന് അവരുടെ മാനദണ്ഡം എന്നൊക്കെ ഉള്ളത് അതാത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലിക്കേഷനും അതേപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ പോയാൽ മതി എന്നുള്ളതും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ ഈ 43 സെൻട്രൽ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ മറ്റ് 10 അതർ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുന്നതിന് ഓരോന്നിനും ഈ കൊടുത്തതുപോലെ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും പ്രോഗ്രാം ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് നിങ്ങളിപ്പം കാണുന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഏതൊക്കെ കോഴ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പിന്നെ ഇത് ആസ്പിറൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഏതൊക്കെ കോഴ്സസ് ആണ് ഈ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ടോ ഇല്ലയോ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ എലിജിബിൾ ആണോ, ആ കോഴ്സിലേക്ക് ഏതൊക്കെ ടെസ്റ്റാണ് എഴുതേണ്ടത്, ജനറൽ എഴുതേണ്ടതുണ്ടോ, ഇംഗ്ലീഷ് ആവശ്യമുണ്ടോ, ഇനി ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമൈനിലുള്ള ഏരിയ എന്നുള്ള സ്കോർ കൺസിഡർ ചെയ്യും, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അണ്ടറിൽ പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്. BSc ഹോണേഴ്സ്, BA ഹോണേഴ്സ്, BA പ്രോഗ്രാം, ഇങ്ങനെ പറഞ്ഞിട്ട് BVoc, ഇങ്ങനെ ഇഷ്ടം പോലെ പ്രോഗ്രാം. അപ്പോൾ ഏതൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ അത് ഏതൊക്കെ സബ്ജക്ട്സിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഈ കാണുന്ന ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു പിന്നെ എൻട്രൻസിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഇതിന് സെക്ഷൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റിലത്തത് ലാംഗ്വേജ് ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഡൊമൈൻ, മൂന്നാമത്തത് അതേപോലെ പിന്നെ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഓരോ കോഴ്സിനും അല്ലെ ഓരോ ഡിഗ്രിക്കും അല്ലെ ഓരോ പ്രോഗ്രാമിനും കോഴ്സിനും ഏതൊക്കെ ഏരിയയിലുള്ള പിന്നെ ഇതിൽ നിന്നാണ് സ്കോർ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഡൊമൈൻ, ജനറൽ, ഓപ്ഷണൽ, ലാംഗ്വേജ്, മാപ്പ് ടു ദ പ്രോഗ്രാം. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇതിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുക്കുകയാണ്. ഇപ്പം BA ഹോണേഴ്സ് സൈക്കോളജി ആണെങ്കിൽ any 1 from section 1 plus any 3 from section 2,
ഈ 2 ഏരിയ എന്നുള്ള ഡൊമൈനിൽ നിന്നും അതേപോലെ തന്നെ ഫസ്റ്റിലത്തെ ലാംഗ്വേജിൻ്റെ പാർട്ടിൽ നിന്നുള്ള ഇതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ സ്കോർ നിർണ്ണയിക്കുക. അതിൻ്റെ ബേസിസിലായിരിക്കും അഡ്മിഷൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുക എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കോഴ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി വേറൊരു കോഴ്സിലേക്ക് പോകുമ്പോൾ സ്ഥിതി മാറുന്നുണ്ട്. സെക്ഷൻ 1, 2, 3 വേണ്ടതുണ്ട്. സെക്ഷൻ 1 and 3 മാത്രം വരുന്നതുണ്ടാവാം. സെക്ഷൻ 1 and 2 മാത്രം വരുന്നതുണ്ടാവാം. ഇനി അതേപോലെ തന്നെ നോക്കേണ്ട മറ്റൊരു ഏരിയയാണ് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിന് നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് ഓരോ കോഴ്സിൻ്റെ നേരെയും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് അപ്പിയർ ഇൻ CUET ഇൻ ദ ഫോളോയിങ് സബ്ജക്റ്റ് കോമ്പിനേഷൻ. ഈ സബ്ജക്റ്റ് കോമ്പിനേഷൻ പഠിച്ചവർക്ക് മാത്രമായിരിക്കും. അതേപോലെ തന്നെ merit will be based on the CUET scores obtained from the above mentioned combination of subjects. പിന്നെ അതേപോലെ candidates must have obtained a minimum of 30% score in any of the language list in A in CUET. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ വരുന്നുണ്ട്, ആ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്കൻഡ് പേജിൽ ഇമ്പോർട്ടൻ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ചുവന്ന കളറിൽ തന്നെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് നോട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ പറയുന്ന പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, അതാത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരവും പിന്നെ എലിജിബിലിറ്റിയും ഇത്തരം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം, നോക്കണം എന്നുള്ളതാണ് ഈ CUETയുടെ രജിസ്ട്രേഷൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഈ ഒരു വീഡിയോൻ്റെ സ്കോപ്പിൽ ഈ പറഞ്ഞ എല്ലാ യൂണിവേഴ്സിറ്റീസും എടുത്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഓരോ കോഴ്സുകൾ, ആ കോഴ്സുകൾ വരുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, ഇനി ഒരു യൂണിവേഴ്സിറ്റിയുടെ തന്നെ വിവിധ കോഴ്സുകളിലുള്ള പിന്നെ പലതരത്തിലുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി, ഇതൊക്കെ വിശദമായി ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ വിവിധ കോഴ്സുകളൊക്കെ നോക്കുന്ന സ്റ്റുഡൻസ് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ പാർട്ടിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. കാരണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പിന്നെ ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ്, കോഴ്സസ്, ഇത്തരം കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നല്ല ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ അതിന് ആരും വറീഡ് ആവേണ്ടതില്ല. കൃത്യമായിട്ട് ഓരോ സമയത്തും നമ്മളുടെ ടീമിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിക്കുകയും ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായി പിന്നെ വിശകലനം നടത്തി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നത്. അപ്പം പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും സ്കൂൾ ഗ്രൂപ്പുകളിലേക്കും മറ്റൊക്കെ ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിലുള്ള ഓരോ കാര്യങ്ങളും ഇഴകീറി മുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓരോ യൂണിവേഴ്സിറ്റീസും കോഴ്സസും എലിജിബിലിറ്റിയും അതേപോലെ ഈ പറഞ്ഞ എൻട്രൻസിൻ്റെ ഓരോ സ്കോറും ഇതൊക്കെ വരുന്നതിൻ്റെ സ്കോറിംഗ് പാറ്റേണും ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, വിശകലനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിലൊക്കെ ഒരുപാടധികം കൺസേൺസ് നേരിടുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. പ്രത്യേകിച്ചും ഒരു സബ്ജക്റ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, എനിക്ക് ഇതിൽ തന്നെ പഠിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അവർക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഇത് അവൈലബിൾ ആണ്, അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, അവിടുത്തെ ഫാക്കൽറ്റി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മറ്റു കാര്യങ്ങളിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും എന്നുള്ള കൺസേൺസ് അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ ക്ലിയർ ആവേണ്ടതായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അതിനി അതല്ലാതെ ഒരു അടുത്തൊരു സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ 3-4 ഓപ്ഷൻസ് എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് നോക്കണം, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലും താല്പര്യമുണ്ട്, സൈക്കോളജിയും നോക്കിയാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഏത് സബ്ജക്റ്റ് എടുക്കേണ്ടതുണ്ട്, ഇതിലൊക്കെ ഏത് യൂണിവേഴ്സിറ്റീസ് ആണ് വരുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുള്ളതുണ്ടാവും. അതേപോലെ തന്നെ അവസാനമായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഒരു ഐഡിയ ഇല്ല. അതായത് +2 കംപ്ലീറ്റ് ചെയ്തു, ചിലപ്പോൾ അത്യാവശ്യം നന്നായിട്ട് +2ൽ സ്കോർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെങ്കിൽ ഏത് കോഴ്സ് എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് എടുത്തത് കൊണ്ട് എനിക്ക് കരിയറിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെയൊക്കെ കൺസേൺസ് ഉള്ള ആളുകളുണ്ട്. അപ്പം അത്തരം സ്റ്റുഡൻസിന് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം വേണം ഏത് കോളേജ് നോക്കണം, ഏത് യൂണിവേഴ്സിറ്റി നോക്കണം, അതിൻ്റെ എലിജിബിലിറ്റി നോക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ
ഒരുപാടധികം ഡൗട്ട്സ് ഇനി എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ടു ചാറ്റ് വിത്ത് അവർ CUET എക്സ്പേർട്സ്, മറ്റൊന്ന് ടു രജിസ്റ്റർ ടു ഗെറ്റ് എ കോൾ ഫ്രം അവർ എക്സ്പേർട്സ്. അപ്പം ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പം ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഈ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ടീം തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും അത് ഓപ്പണായിട്ട് തുറന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ, അതായത് മംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ ചോദിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും. പാരൻസിനും സ്റ്റുഡൻസിനും ഒക്കെ ആ ചാറ്റ് സംവിധാനം അല്ലെങ്കിൽ ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ സംവിധാനം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. നമ്മുടെ ടീം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ട് അതിനുള്ള ഹെൽപ്പ് തരും. ഇനി ഈ ചാറ്റിലൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എങ്കിൽ നമ്മളുടെ ടീമിലുള്ള അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 12th ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് ഇപ്പം ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ് ആണെങ്കിൽ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് അത് വരുന്ന കോമ്പിനേഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ 2 സബ്ജക്ട്സുമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ജനറൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്കൂളിൽ നിന്ന് ട്രെയിൻഡ് ആവുന്നില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ലാംഗ്വേജിൻ്റെ ഒരു ഏരിയയിൽ നമ്മൾ ആ ലാംഗ്വേജിൻ്റെ ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലയിൽ പഠിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സ്കൂൾ ലെവലിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കുറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളായും നോട്ടായിട്ടും ടെസ്റ്റായിട്ടും നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഇതിനെ ഈ പറഞ്ഞ ഡൊമൈൻസിലൊക്കെ ഉള്ള ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റുകളിൽ കൃത്യമായിട്ടുള്ള ഒരു കോച്ചിങ് സംവിധാനം പ്രെപ്വൈസിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഹെൽപ്പ് ഡെസ്കിലോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുള്ള താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും. ഇനി അതും അല്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നമ്മളുടെ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. ഇനി വരും ഹവേഴ്സിലും അതേപോലെ തന്നെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്തരം എല്ലാ കൺസേൺസിനും അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫുൾ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവസാനമായി ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളൊക്കെ ബോർഡ് എക്സാമിൻസിൻ്റെയും മറ്റൊക്കെ തിരക്കിലായിരിക്കും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈംസിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് പിന്നെ ഞാൻ പറഞ്ഞ ഹെൽപ്പ് ഡെസ്കും മറ്റ് സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും ഇന്ത്യയിലൊരു മികച്ച ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിൽ കൃത്യമായിട്ട് ഒരു ഫ്ലോസും ഇല്ലാതെ അഡ്മിഷൻ കിട്ടുകയും സക്സസ്ഫുള്ളി ഒരു ഡിഗ്രി അല്ലെങ്കിൽ UG പിന്നെ ലൈഫ് ആരംഭിക്കുന്നതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മളുടെ ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.